എല്ലാവർക്കും മല്ലൂടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബസൂക്ക, ബാന്ദ്ര, സർക്കിട്ട് തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലെ തോന്നിയിരിക്കേണ്ട ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് കുണ്ടന്നൂരിലെ കുൽസിത് ലഹള എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. ഏവറേജ് അഭിപ്രായമാണ് ഈ സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ലുക്മാൻ അടക്കം ഒരുപാട് പേര് സിനിമയിലുണ്ട്. കുണ്ടന്നൂരിലെ കുൽസിത് ലഹള എന്ന സിനിമ ഇന്നലെ സൈനാപ്ലയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഫൂട്ടേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ത്രില്ലർ സിനിമയായിരുന്നു ഫൂട്ടേജ്. റിലീസായിട്ട് 2 വർഷം കഴിഞ്ഞു, ഇതുവരെ OTTയിൽ വന്നിട്ടില്ല. മഞ്ജു വാര്യരാണ് ഫൂട്ടേജ് സിനിമയിലെ നായിക. ഫൂട്ടേജ് ഒരു ത്രില്ലർ സിനിമയാണ്. ഇപ്പോൾ അവസാനം ആമസോൺ പ്രൈമാണ് ഫൂട്ടേജിന്റെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ഈ വീക്കിൽ തന്നെ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് വ്യസനസമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അനശ്വര രാജനാണ് സിനിമയിലെ നായിക. ഇതൊരു കോമഡി മൂവിയാണ്. എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. കമ്മീസൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. വ്യസനസമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമ ഈ വീക്കിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് 916 കുഞ്ഞൂട്ടൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ ഫ്ലോപ്പായ സിനിമയാണ് 916 കുഞ്ഞൂട്ടൻ. ഗിന്നസ് പക്രു ആണ് സിനിമയിലെ നായകൻ. ഇപ്പോഴിതാ ഈ സിനിമ ഇന്നലെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ആമസോൺ പ്രൈമിലാണ് 916 കുഞ്ഞൂട്ടൻ OTT റിലീസ് ആയിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സംശയം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. വിനയ് ഫോർട്ട്, ഷറഫുദ്ദീനാണ് സംശയം സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഇപ്പോഴിതാ മനോരമ മാക്സിൽ സിനിമ റിലീസാക്കാൻ പോവുകയാണ്. ജൂലൈ 18-നാണ് സംശയത്തിന്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് റോന്ത് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയായിരുന്നു. നല്ല അഭിപ്രായമല്ല സിനിമയ്ക്ക് ലഭിച്ചത്. റോഷൻ മാത്യു, ദിലീഷ് പോത്തനാണ് റോന്ത് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. റോന്ത് സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് റോന്ത് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഈ വീക്കിൽ റോന്ത് സിനിമ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് തങ്കമണി. ദിലീപ്, നീതാപിള്ളയാണ് തങ്കമണിയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു കഥയാണ് സിനിമ പറഞ്ഞു പോയത്. എന്നിട്ടും തങ്കമണിക്ക് വിജയിക്കാൻ സാധിച്ചില്ല. ഒരു റിയൽ സ്റ്റോറിയാണ് തങ്കമണി പറയുന്നത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ഒരുപാട് കാലത്തിന് ശേഷമാണ് തങ്കമണി ഈ മാസം OTTയിൽ എത്താൻ പോകുന്നത്. ജൂലൈ ലാസ്റ്റ് വീക്കിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ല അഭിപ്രായമാണ് വേല സിനിമയ്ക്ക് ലഭിച്ചത്. എന്നിട്ട് സിനിമ OTTയിൽ വന്നില്ല. ഷൈനികം, സണ്ണി വെയിനാണ് വേല സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴിതാ ആമസോൺ പ്രൈമാണ് വേല സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ഈ വീക്കിൽ തന്നെ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഫാമിലി മൂവിയാണ്. ഉണ്ണിമുകുന്ദൻ, നിഖില വിമലാണ് ഗെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. പ്രേക്ഷകർക്ക് സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആരാധകർ OTTക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. മനോരമ മാക്സ് നേരത്തെ തന്നെ ഗെറ്റ് ബേബിയുടെ OTT വാങ്ങിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴിതാ ഗെറ്റ് ബേബി ഈ വീക്കിൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായമാണ് ബസൂക്ക സ്വന്തമാക്കിയത്. ഇതൊരു ആക്ഷൻ മൂവിയാണ്. മമ്മൂട്ടിയാണ് ബസൂക്ക സിനിമയിലെ നായകൻ. ബസൂക്കയ്ക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ടാലും OTTക്ക് വേണ്ടിയാണ് എല്ലാവരും നോക്കുന്നത്. ഇപ്പോഴിതാ C5-ൽ ബസൂക്ക സിനിമ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. സിനിമ സർപ്രൈസ് ആയിട്ട് വരുന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒരുപക്ഷെ ഈ വീക്കിലായിരിക്കും ബസൂക്ക സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദിലീപും തമനയും ഒരുമിച്ച് അഭിനയിച്ച സിനിമയാണ് ബാന്ദ്ര. ഇതൊരു ഗാങ്സ്റ്റർ മൂവിയാണ്. തിയേറ്ററുകളിൽ സിനിമ പരാജയപ്പെട്ടുവെങ്കിലും OTTയിൽ ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. ബാന്ദ്ര സിനിമ ഇറങ്ങിയിട്ട് വർഷങ്ങളായി, ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ആമസോൺ പ്രൈം നേരത്തെ തന്നെ ബാന്ദ്രയുടെ OTT വാങ്ങിച്ചിട്ടുള്ളതാണ്. കമ്മീസൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് യാതൊരു അപ്ഡേറ്റും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ഈ മാസം ലാസ്റ്റ് വീക്കിൽ ബാന്ദ്ര സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാക്കാൻ പോവുകയാണ്. അവസാനത്തെ അപ്ഡേറ്റ് സർക്കിട്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്.
ആസിഫ് അലി നായകനായ സിനിമയായിരുന്നു സർക്കിട്ട്. ഇതൊരു ചെറിയൊരു സിനിമയാണ്, പക്ഷേ സർക്കിട്ട് സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. നല്ല അഭിപ്രായമാണ് സർക്കിട്ട് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. എന്നിട്ടും സിനിമ പരാജയപ്പെട്ടു. ഒരു കുട്ടിയുടെ കഥയാണ് സർക്കിട്ട് സിനിമ പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ സർക്കിട്ട് സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിട്ടുള്ളത്. സിനിമയുടെ റിലീസ് തീയതി പുറത്തു വന്നിട്ടില്ല. ജൂലൈ 30-ന് മുന്നേ സർക്കിട്ട് സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാകും. ഇനിയും ഒരുപാട് സിനിമകൾ ഈ മാസം വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.